നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടം പാലക്കാട് മത്സരിക്കാൻ ഇറങ്ങുമോ ഇല്ലയോ എന്നുള്ള ചർച്ച രൂക്ഷമായി തന്നെ ഉയരുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തെ ഇനി സ്ഥാനാർത്ഥിയായി നിർത്തുമോ എന്ന കോൺഗ്രസ് നേതാക്കളോട് ചോദിക്കുന്നതിൽ എന്ത് യോജിപ്പാണുള്ളത്, എന്ത് നീക്കമാണുള്ളത്, എന്ത് ന്യായമാണുള്ളത് എന്നാണ് പലരും ചോദിക്കുന്നത്. കാരണം കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയ ഒരു വ്യക്തിയെക്കുറിച്ച് കോൺഗ്രസ് എന്ത് മറുപടി പറയാനാണ് പോകുന്നത് എന്നുള്ളതാണ്. എന്നാൽ അങ്ങനെയല്ല. ഇപ്പോൾ ചില ചാനലുകളൊക്കെ തന്നെ ഈ മുതിർന്ന കോൺഗ്രസ് നേതാക്കളോട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം കുത്തി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ വായിൽ നിന്നും എന്തെങ്കിലും വീണ് കഴിഞ്ഞാൽ അത് വലിയ ബ്രേക്കിംഗ് ആക്കി കൊടുക്കാമല്ലോ, തികച്ചും റേറ്റിംഗിന്റെ അടിസ്ഥാനത്തിൽ. തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ നിലവിൽ കോൺഗ്രസിൽ നിന്ന് മാറി നിൽക്കുകയാണ്, കോൺഗ്രസിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ്. ഇനി രാഹുൽ മാങ്കൂട്ടം ഒരു സ്വതന്ത്രനായി മത്സരിക്കാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ള ചോദ്യമുണ്ട്. ഉണ്ടാകാനാണ് സാധ്യത. കാരണം രാഹുലിനെ രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ തീരെ താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ്. തീർത്തും ഒരു രാഷ്ട്രീയ നേതാവ് ആയി പ്രവർത്തിക്കാനാണ് രാഹുലിന് താല്പര്യവും. കോൺഗ്രസ് രാഹുലിന് സീറ്റ് കൊടുക്കാത്തിടത്തോളം കാലം രാഹുൽ എന്ത് നീക്കം എടുക്കുമെന്ന് തീരുമാനമെടുക്കുമെന്ന് കണ്ടറിയണം. എന്തായാലും മുതിർന്ന നേതാക്കളോടൊക്കെ തന്നെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യം രാഹുലുമായി ബന്ധപ്പെട്ടാണ്. കഴിവിന്റെ പരമാവധി അവർ ഒഴിഞ്ഞു പോകാൻ ശ്രമിച്ചാലും വീണ്ടും കറങ്ങിത്തിരികെ ചോദ്യം രാഹുൽ തന്നെ വന്നു നിൽക്കും. എന്തായാലും പല നേതാക്കളും പഴയ രാഹുൽ അല്ല, പുതിയ രാഹുലാണ്, പണ്ട് നിന്നത് പോലെയല്ല ഇപ്പോൾ നിന്നത് എന്നുള്ള നിലപാടൊക്കെ തന്നെ എടുത്തു കഴിഞ്ഞു. VS വിജയരാഘവൻ എന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് പാലക്കാട് മികച്ച സ്ഥാനാർത്ഥികളായി വരാനുള്ള കോൺഗ്രസ്സുകാർ തന്നെയുണ്ട്, പുറത്തുനിന്നും ഇനി ആരും വരേണ്ട ആവശ്യമില്ല എന്ന് പറയുകയാണ്. പക്ഷെ അപ്പോഴാണ് മാധ്യമപ്രവർത്തക വീണ്ടും ആവർത്തിച്ച് ചോദിക്കുന്നത്, എന്നാൽ രാഹുലിന്റെ ഭൂരിപക്ഷം ഒരു മൃഗീയ ഭൂരിപക്ഷം ഉണ്ടായിരുന്നല്ലോ, ആ ഭൂരിപക്ഷത്തെ എങ്കിലും കണക്കിലെടുത്ത് അദ്ദേഹത്തെ നിർത്തുമോ എന്ന ചോദ്യത്തിലാണ് പറഞ്ഞത് അന്നത്തെ രാഹുലല്ല ഇപ്പോഴുള്ളത് എന്നുള്ളത്. എന്തായാലും വെളിയിൽ നിന്ന് വേറെ ആളുടെ ആവശ്യമില്ല. കാരണം തികച്ചും കഴിവുള്ള തികച്ചും ഒരു യോഗ്യരായിട്ടുള്ള വ്യക്തികൾ പാലക്കാട് തന്നെയുണ്ട്. അതുകൊണ്ട് പുറത്തു നിന്നും ആരും വരേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നു. എന്തിനേറെ ഷാഫി പറമ്പലിന്റെ പേര് പോലും രാഹുൽ ഈ പാലക്കാട് ഉയർന്നു കേൾക്കുന്നുണ്ട്. ഏതായാലും പാലക്കാട് ആരായിരിക്കും സ്ഥാനാർത്ഥി എന്നുള്ള ചോദ്യങ്ങൾക്ക് പ്രസക്തി ഏറുകയാണ്. എന്തായാലും കുത്തി ചോദിച്ച മാധ്യമപ്രവർത്തകയ്ക്ക് രൂക്ഷമായ ഭാഷയിലുള്ള മറുപടിയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തെ ഇവർ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാൻ ഇറക്കുമോ എന്ന ചോദ്യം അവശേഷിക്കുന്നു. ഇനി രാഹുൽ സ്വതന്ത്രനായി നിൽക്കുമോ എന്ന ചോദ്യവും ബാക്കിയാവുകയാണ്. എന്തായാലും VS വിജയരാഘവന്റെ പ്രതികരണം ഒന്ന് കേൾക്കാം. പാലക്കാട് തീരുമാനിച്ചിട്ടില്ല. സ്ഥാനാർത്ഥികൾ പാലക്കാട്ടിന് അനുയോജ്യമായ സ്ഥാനാർത്ഥിയെ കണ്ടുപിടിക്കും, അത് നിൽക്കും. ഇവിടെ പ്രൊഫസർമാർ, ഗവേഷകന്മാർ അങ്ങനെ തുടങ്ങിയ പാർട്ടിയിൽ ബന്ധപ്പെട്ട പാലക്കാട്ടിലെ തന്നെ മണ്ണിൻ്റെ മണമുള്ളവർ വരാൻ തയ്യാറായി നിൽക്കുകയാണ്. അതാണ് പാലക്കാട് തന്നെ ആവശ്യം വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കുര്യൻ്റെ അഭിപ്രായം പറയാം, അത് നടപ്പിലാകണമെന്നില്ലല്ലോ. അന്നത്തെ രാഹുലല്ല അന്നത്തെ രാഹുൽ. അന്ന് രാഹുൽ വരുന്നതിൻ്റെ ആ രാഹുലല്ല ഇന്ന് വന്നാലുള്ളത്. അന്ന് ഞാനും രാഹുലിന് വേണ്ടി പ്രചരണത്തിന് അന്നും എനിക്ക് സുഖമില്ലാതെ ഇരുന്നപ്പോൾ പോയി കണ്ണാടിയിലും പലവിടെയും പോയിട്ടുണ്ടായിരുന്നു. രാഹുൽ ഞാനായിട്ട് വലിയ അടുപ്പമായിരുന്നു. എന്നെ വളരെ ബഹുമാനത്തിലാണ് കാണുന്നത്, അല്ലാണ്ട് ഇതായിട്ടില്ല. പക്ഷേ ഇപ്പോൾ രാഹുലല്ലല്ലോ, രാഹുൽ പാർട്ടിക്ക് പുറത്താണല്ലോ. അതൊന്നും ബാധിക്കില്ല. അത് പാർട്ടി അപ്പം തന്നെ നടപടി എടുത്തു കഴിഞ്ഞല്ലോ. പാർട്ടി സമയോചിതമായ ഒരു നടപടി എടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ അതിനെ പറ്റിയിട്ട് ആരും പറയുന്നില്ല. അതുണ്ടാകും, പലവരും പരാതി പറഞ്ഞു, എന്നെയും വിളിച്ച് സകലരും സംസാരിച്ചിട്ടുണ്ടാകും. പ്രായോഗികമാണോ എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് അനുകൂലമായ ഒരു കാറ്റ് വീശിയോ കണ്ടിട്ടല്ല. 115 സീറ്റ് കരുണാകരനുണ്ടാകുമ്പോൾ 111 സീറ്റ് വന്നിട്ടുണ്ട്. അദ്ദേഹം മത്സരിക്കാൻ യാതൊരു അയോഗ്യനല്ല, മത്സരിക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറയുന്നില്ല. കൊള്ളാവുന്ന ഒരു സ്ഥാനാർത്ഥി നിർത്തിയാൽ തീർച്ചയായിട്ടും ജയിക്കും.